ഒരു കഴുതയുടെ പുറത്ത് അച്ഛൻ മുകളിൽ കയറി ഇരുന്ന് മകനിങ്ങനെ താഴെ ഇരുന്ന് ആ കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു പോകും. കുറച്ച് അകലെ എത്തിയപ്പോ ഒരു കൂട്ടം ആളുകൾ ഇതിനെ കണ്ടു നോക്കി നിന്നിട്ട് അവര് പരിഭവത്തോടെ പറഞ്ഞു, ഇങ്ങനെയും മനസാക്ഷിയില്ലാത്ത അച്ഛന്മാരുണ്ടാവുമല്ലോ. സ്വന്തം മകനെ മണലാരണ്യത്തിലൂടെ ചുട്ടുകൊടുത്ത മണലാരണ്യത്തിലൂടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടത്തിക്കുക, എന്നിട്ട് അച്ഛൻ ഇതിനെ മുകളിലിരുന്ന് സുഖിച്ച് യാത്ര ചെയ്യുക. ഇങ്ങനെ കണ്ണച്ചോരയില്ലാത്ത അച്ഛന്മാര് എന്തൊരു ക്രൂരതയാണ്. ഇത് കണ്ടപ്പോ അച്ഛന് ഭയങ്കര സങ്കടം. അദ്ദേഹം പറഞ്ഞു, മോനെ, നാട്ടുകാർ പറയുന്നത് നോക്കൂ, എന്നെയാണ് കുറ്റം പറയുന്നത്, നിന്നോട് കരുണയില്ലാതെ ഇങ്ങനെ ഇതിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്ത് ശരിയായില്ല എന്നാണ് ആളുകളുടെ പക്ഷം. അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. അദ്ദേഹം ഇറങ്ങിയിട്ട് മകനെ മുകളിൽ കയറ്റി. മകൻ മുകളിൽ കയറിയിട്ട് അങ്ങനെ കുറച്ച് അകലെ എത്തിയപ്പോ വേറെ കുറെ ആളുകൾ കണ്ടു. ആ കണ്ട ആളുകൾ മുഴുവൻ ഇദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള മക്കൾ ഉണ്ടാവണേന്ന് നല്ലത് ഇല്ലാത്തതാണ്. അച്ഛനെ നടത്തിച്ചിട്ട് മുകളിൽ ഇരുന്ന് സുഖിച്ചു പോണ മക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് മനസാക്ഷിയില്ലാത്ത പുതിയ കാലത്തെ തലമുറ. ഇതിലൊക്കെ പോറ്റുന്നതിന് നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് നോക്കുന്നതാണ്. മകന് ഭയങ്കര സങ്കടമായി. മകൻ പറഞ്ഞ, അച്ഛൻ കയറിയപ്പോ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കയറിയത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അച്ഛനും കൂടെ കയറുന്ന പറഞ്ഞ് മകൻ മുന്നിലിരുന്നു, അച്ഛൻ പിറകിലിരുന്നു. കഴുത കുറച്ചകലെ പോയി. കുറച്ചകലെ എത്തിയപ്പോ വേറെ കുറെ മനുഷ്യർ കണ്ടു. കണ്ടപ്പോ അവര് പറഞ്ഞു, ഇങ്ങനെയും കണ്ണിൽ ചോരയില്ലാത്ത മനസാക്ഷി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമല്ലോ. ഒരു മൃഗത്തോട്, ഒരു മിണ്ടാപ്രാണിയോട് ചെയ്യുന്ന ക്രൂരത നോക്ക്. രണ്ടാളാണ് ഒരു സമയത്ത് മുകളിൽ കയറിയിരിക്കുന്നത്. കുറച്ചു നേരം ഒരാള്, കുറച്ചു നേരം ഒരാള്. അതൊക്കെ ഉള്ളൊരു മര്യാദ. ഇവരാൾ പെട്ടു. അച്ഛൻ ഇറങ്ങി, മകൻ ഇറങ്ങി. ഇതിന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, എടാ, ഞാൻ കയറിയ പ്രശ്നമാണ്, നീ കയറിയ പ്രശ്നമാണ്, നമ്മൾ രണ്ടാളും കയറിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ വലത്ത് നിൽക്കുക, ഞാൻ ഇടത്ത് നിൽക്കുക, നടുവിൽ കഴുതിയിൽ തുടരുക, നമ്മുടെ യാത്ര തുടരുക. കുറച്ച് അകലെത്തിയപ്പോ കുറെ പുതിയ കുറെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടായിരുന്നു. അവരിവരെ കണ്ടപ്പോ കൂകി വിളിച്ച് പരീക്ഷിച്ചിട്ട് പറഞ്ഞു, എടാ നോക്ക്, പോണ നോക്ക്, നടുവിലൊരു കഴുത, വലത്തൊരു കഴുത, ഇടത്തൊരു കഴുത. ആ കഴുതകൾക്ക് ഒരു കഴുതന്റെ പുറത്ത് കയറാൻ ഒരുത്തനെങ്കിലും കയറിക്കൂടെ? കയറാതെ രണ്ട് മരക്കഴുതകൾ അപ്പുറത്തും നടുവിലൊരു കഴുതയും പോണ കാഴ്ച നോക്ക് എന്ന് ആളുകൾ കളിയാക്കി ചിരിക്കുന്ന ഒരു അനുഭവം പറയാറുണ്ട്. നമ്മള് മനുഷ്യരുടെ അഭിപ്രായം കാത്തിരുന്നാൽ ഏതാണ്ട് ഇതുപോലെ